നമ്മളങ്ങനെ സ്പെയിനിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇപ്പോൾ ബാഴ്സലോണയിലാണ് ഉള്ളത്. ഈ നേരെ കാണുന്നതാണ് നമ്മളെ ഇന്ത്യ ഗേറ്റൊക്കെ പോലെ സ്പെയിനിലെ ഒരു ചരിത്ര സ്മാരകമാണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത് ആർക്ക് ഡി ട്രയംഫ് എന്നാണ്. നമ്മളതിനെ ഒന്ന് വലം ചുറ്റി നമ്മളതിൻ്റെ അടുത്തൊന്ന് നിൽക്കും. ഒരു ഗാർഡനിലാണ് ശരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഇത് 1888 പണി കഴിഞ്ഞ ഒരു മന്ദിരമാണ്. ഇതൊരു ഗേറ്റ് വേ എന്ന പോലെ നമ്മളിവിടെ ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ പോലെ ഇവിടെ ആർമീസിനൊക്കെ വേണ്ടിയിട്ട് അവർ ഇത് പണിതതാണ്. ശരിക്കും അതിൻ്റെ പണി കഴിച്ചത് ജോസഫ് വിലാസെക്ക എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ആ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അതെല്ലാം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളെല്ലാവരും വീണ്ടും ബസ്സിൽ കയറി ഇനി മുന്നോട്ടേക്ക് പോവുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ എല്ലായിടത്തും കാണാനുള്ളത്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങി ഞങ്ങൾ നടത്തം തുടർന്നു. ഞങ്ങൾക്ക് ഇനിയും കുറച്ച് കാഴ്ചകളും കൂടി കാണാനുണ്ട്. പോകുന്ന വഴി ഞങ്ങളിങ്ങനെ ഒരു മെട്രോ ട്രെയിൻ അതങ്ങനെ അവിടെ നിൽക്കുന്നു. ചെറുതായി മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും പല വിഭവങ്ങളെല്ലാം വിൽക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. പലരും തൊപ്പിയെല്ലാം അണിഞ്ഞ് റെയിൻകോട്ടൊക്കെ അണിഞ്ഞിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങളങ്ങനെ വീണ്ടും ഈ തെരുവിലൂടെ മുന്നോട്ട് നടന്ന് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ബാലിസിക്ക എന്ന് പറഞ്ഞ് 140 വർഷത്തിനേറെ ആയി ഈ ഒരു മന്ദിരം, അതായത് ഇതൊരു ചർച്ചാണ്. അത് 140 വർഷത്തിനേറെയായി അവിടെ പണി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വളരെ ചരിത്രം ഉറങ്ങുന്ന ഒരു മന്ദിരമാണത്. അത് എന്ന് പറയുന്നത് 1800കളിൽ അതിൻ്റെ നിർമ്മാണം തുടങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ചിത്രീകരണമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഉച്ചഭക്ഷണത്തിനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു മന്ദിരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാലിസിക്ക ഐ ടെമ്പിൾ എന്നാണ് ശരിക്കും അതിൻ്റെ പേര്, അല്ലെങ്കിൽ സർഗാഡ ഫാമിലിയ എന്നും പേരും അതിനുണ്ട്. ഞങ്ങളങ്ങനെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ആൻ്റണി ഗൗഡി പിന്നെ ഫ്രാൻസിസോ ദി പൗല അങ്ങനെയുള്ള 2 പേരുടെ ഒരു കഠിന പ്രയത്നമാണ് ശരിക്കും ആ ബാലിസിക്ക. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ബാഴ്സലോണയുടെ മെയിൻ ഏരിയ, അതായത് ഡൗൺ ടൗണിലാണ്. ഇവിടെ എല്ലാവർക്കും കുറച്ച് സമയം ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. പലരും അങ്ങനെ പല വഴിക്ക് പോയി. ഞങ്ങളങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പലരും പല വഴികളിലൂടെയും നടക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ നടന്നെത്തിയത് ഒരു പോർട്ട് വാലി എന്ന് പറഞ്ഞ ഒരു പോർട്ടിലേക്കാണ്. ഇത് ഇവിടുത്തെ ഒരു പോർട്ടാണ്. ഈ മത്സ്യബന്ധനത്തിനൊക്കെ വേണ്ടി എടുത്തിരിക്കുന്ന ചെറിയ ചെറിയ യാട്ടും ഒക്കെയുള്ള ഒരു പോർട്ട്. ഇവിടെ ബാഴ്സലോണയിൽ ഒരു ഫേമസ് പോർട്ടാണ്. ഇവിടുത്തെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോർട്ടിൻ്റെ പിന്നിലൊരു മാളും അതിൻ്റെ ഉള്ളിലൊരു അക്വേറിയം ഒക്കെ ഉള്ള ഒരു ബൃഹത്തരമായൊരു സ്ഥലമാണത്. അപ്പം ഞങ്ങൾ കൂടെയുള്ള പലരും പല സ്ഥലങ്ങളിലേക്കായിട്ട് പോയി. ഞങ്ങളങ്ങനെ വീണ്ടും നടത്തം തുടർന്നു. ഞാൻ ഇവിടുത്തെ ഷൂട്ടിംഗ് എല്ലാം ചെയ്തുകൊണ്ട് ആ മാളിൻ്റെ ഉള്ളിലേക്കാണ് ഇപ്പോൾ നടന്ന് കയറുന്നത്. ഉള്ളിൽ കുറേ ഷോപ്പുകളും മറ്റുമെല്ലാം ഉണ്ട്. സബ്വേ, നാച്ചുറ പല ഷോപ്പുകളും മറ്റും. അതിൻ്റെ മറുവശത്ത് ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണ് ഒരു കാഴ്ച. മക്ഡൊണാൾഡ്സും ഫുഡ് ഷോപ്സും അങ്ങനെ പല കിയോസ്ക് ഷോപ്സും ഒക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പെൺകുട്ടി, ഇത് സീഗൾ എന്ന് പറയും ഈ പക്ഷിയെ, അതിനിങ്ങനെ തീറ്റ കൊടുക്കുന്നു. അതിങ്ങനെ നിരങ്ങ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ വേറെ സ്ഥലത്ത് എത്തുമ്പോൾ അവിടുത്തെ ഒരു കാഴ്ച ക്രിസ്റ്റഫർ കൊളംബസ്, നമ്മൾ ഇന്നലെ യാത്ര ചെയ്തപ്പോൾ കണ്ടല്ലോ, ആ ക്രിസ്റ്റഫർ കൊളംബസിൻ്റെ ഒരു ചത്തുരം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു മോണ്യുമെൻ്റ് അവിടെ ഉണ്ടാക്കി വെച്ചൊരു സ്ഥലത്താണ്
ഞാൻ പിന്നെ എത്തിയത്. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പതുക്കെ മുന്നോട്ട് നടത്തം തുടർന്നു. ആളുകൾ വളരെയധികം വരുന്നൊരു സ്ഥലമാണിത്. പാരീസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ഭക്ഷണവൈവിധ്യം നുകരാനും ഈ സ്ഥലങ്ങളെല്ലാം കാണാനും ഒക്കെയായി വരുന്ന ഒരു മനോഹരമായൊരു സ്ഥലമാണ് ബാഴ്സലോണ. ഇവിടെ നിരവധി കിയോസ്ക് ഷോപ്പുകളും പല പല സുവനീർ ഷോപ്പുകളും എല്ലാം ഉണ്ട്. ആളുകൾ പലരും വന്ന് എല്ലാത്തിൻ്റെ വിലയെല്ലാം ചോദിച്ച് ഇവിടെ ഭക്ഷണവൈവിധ്യം നുകരാനായി പല സ്ഥാപനങ്ങളും ഉണ്ട്. ആളുകളെ കാത്തു നിൽക്കുന്ന വെയിറ്റേഴ്സ്, ഹോട്ടലിൻ്റെ ശരിക്കും ആളുകൾക്ക് വരാനും ആഘോഷിക്കാനും ഒക്കെ വേണ്ടി ഒരു സ്ഥലം. ഇവിടെ പ്രച്ഛന്ന വസ്ത്രത്തിലൊക്കെ നിന്നുകൊണ്ട് ആളുകൾ ഇങ്ങനെ നിൽക്കുന്നു. ഒരു പ്രത്യേക രൂപത്തിലാണ് ഈ സ്ത്രീ ഇവിടെ നിൽക്കുന്നത്. അടുത്ത് നിന്ന് പലരും ഫോട്ടോസൊക്കെ എടുക്കുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ചിത്രീകരണം, ആ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം വീണ്ടും ബസ്സിൽ കയറി യാത്ര തുടരുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടം ആളുകൾ നിന്നുകൊണ്ട് സംസാരിക്കുന്നു. അടുത്ത് ഒരു ശ്വാനനും ഉണ്ട്. കാര്യമായി എന്തോ ഡിസ്കഷനിലാണ് അവർ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ കയറുന്നത് ഇന്ന് രാത്രിയിലെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഡിന്നർ ഇവിടെ നിന്നാണ്. ഒരു ലോക്കൽ സ്പാനിഷ് റെസ്റ്റോറൻ്റാണ്. ഞങ്ങളങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി. നിരവധി ഭക്ഷണവൈവിധ്യമാർന്ന, അതായത് സ്പാനിഷ് തനത് ഭക്ഷണവൈവിധ്യമാർന്ന സാധനങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. എല്ലാവർക്കും യഥേഷ്ടം വന്ന് കഴിക്കാം. പിസ്സ ഇങ്ങനെ മുറിച്ച് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഫ്രെസ്കോ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ രാത്രി അത്താഴത്തിന് ശേഷം വീണ്ടും തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രിയിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നാളത്തെ കാഴ്ചയ്ക്കായി കാത്തിരിക്കുന്നു.